24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 10 ഇടവം 27 തിങ്കളാഴ്ച. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗമാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം നടക്കുക. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉടൻ തീരുമാനമാകും. സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. തെരഞ്ഞെടുപ്പ് പരാജയവും ബാർക്കോഴ വിവാദവുമെല്ലാം പ്രതിപക്ഷം സർക്കാരിനെതിരായി ആയുധമാക്കും. ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ. ഇതുൾപ്പെടെയുള്ള വാർത്തകളിലേക്ക് പ്രഭാത വാർത്ത കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രഭാത വാർത്ത ആദ്യം പോകുന്നത് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം 71 മന്ത്രിമാരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि പ്രൗഢസദസ്സിനെ സാക്ഷിയാക്കിയാണ് മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും. നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ തുടങ്ങി മുൻ മോദി സർക്കാരിന്റെ ഭാഗമായ പ്രമുഖർ ഇത്തവണയും സ്ഥാനമുറപ്പിച്ചു. ജെ പി നഡ്ഡ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തി. जगत प्रकाश नड्डा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ശിവരാജ് സിംഗ് ചൌഹാൻ, മനോഹർലാൽ ഖട്ടർ തുടങ്ങി 7 മുൻ മുഖ്യമന്ത്രിമാർ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാകും. ലോക്സഭയിലെ ആദ്യ ഊഴത്തിൽ തന്നെ മന്ത്രിസ്ഥാനം ലഭിച്ചവർ സുരേഷ് ഗോപി ഉൾപ്പെടെ 7 പേർ. 7 വനിതകളും മന്ത്രിസഭയിലുണ്ട്. 79 വയസ്സുള്ള ജിതൻ റാം മാഞ്ചിയാണ് ഏറ്റവും പ്രായം കൂടിയ മന്ത്രി. പ്രായം കുറവ് 36-കാരനായ റാംമോഹൻ നായിഡു. ഇത്തവണ ആകെ 30 ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 സഹമന്ത്രിമാർ. മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായും എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും തുടർന്നേക്കും. ധനകാര്യം നിർമ്മല സീതാരാമന് പകരം പീയൂഷ് ഗോയലിനെ ഏൽപ്പിക്കുമെന്ന സൂചനയുണ്ട്. വിദ്യാഭ്യാസം, സംസ്കാരികം എന്നീ വകുപ്പുകളും ബി.ജെ.പി. ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ല. ഓരോ ക്യാബിനറ്റ് മന്ത്രിമാരുള്ള ജെ.ഡി.യുവും ടി.ഡി.പിയും റെയിൽവേക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ആദ്യ മന്ത്രിസഭായോഗം. ആദ്യ 100 ദിവസത്തെ കർമ്മപരിപാടി യോഗം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. 24 ഡൽഹി. പരിചയസമ്പന്നരായ മന്ത്രിമാരെ നിലനിർത്തിയാണ് മോദിയുടെ മൂന്നാം മന്ത്രിസഭ. അതൃപ്തി അറിയിച്ച അജിത് പവാർ അവസാന നിമിഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. ഘടകകക്ഷി മന്ത്രിമാർ ഉയർത്തുന്ന വെല്ലുവിളികളെ പരിചയസമ്പന്നത കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പ്രഹ്ലാദ് ജോഷി ഇങ്ങനെ നീളുന്നു മൂന്നാം സഭയിലെ പരിചയസമ്പന്നരായ ബി.ജെ.പി. മന്ത്രിമാരുടെ നിര. മന്ത്രിസഭയിൽ രാജ്നാഥ് സിംഗാണ് രണ്ടാമൻ. രണ്ടാം മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ മോദിയുടെ മൂന്നാം മന്ത്രിസഭയിലും ഇതേ വകുപ്പ് തന്നെ നിലനിർത്തിയേക്കും. പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് രാജ്നാഥ് സിംഗ് തന്നെ തുടരാനാണ് സാധ്യത. ക്യാബിനറ്റ് റാങ്ക് മന്ത്രിപദം വേണമെന്ന് എൻ.സി.പി. അജിത് പവാർ പരസ്യമായി ആവശ്യപ്പെട്ടത് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് കല്ലുകടിയായി. സഖ്യകക്ഷികളുടെ പിന്തുണയുമായി മോദി സർക്കാർ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ വെല്ലുവിളികളേറെയാണ്. ഇത് മറികടക്കാനാണ് റെയിൽവേ, കൃഷിയടക്കം വിവിധ വകുപ്പുകൾ ആവശ്യപ്പെട്ട് ഉപാധികൾ വെച്ച ജെ.ഡി.യുവിനെയും ടി.ഡി.പിയെയും അവസാന നിമിഷം ചർച്ചയിലൂടെ അനുനയിപ്പിച്ചത്. കാലുമാറി ഭരണം അട്ടിമറിച്ച് ശീലമുള്ള ജെ.ഡി.യുവും ടി.ഡി.പിയും ഭീഷണിയുടെ വാളുയർത്തുന്നത് കരുതലോടെയാണ് ബി.ജെ.പി. നേതൃത്വം കാണുന്നത്. 24 ഡൽഹി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ബജറ്റ് പാസാക്കുകയാണ് മുഖ്യ അജണ്ട. ബാർക്കോഴ വിവാദം ആദ്യ ദിനം തന്നെ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കലാണ് നിയമസഭാ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. എന്നാൽ സഭ പ്രക്ഷുബ്ധമാവുക മറ്റു പല വിവാദ വിഷയങ്ങളിലുമാവും. ബാർക്കോഴ വിവാദമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. ആദ്യ ദിനം തന്നെ അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം സഭാ സമ്മേളനത്തിൽ സർക്കാരിന് തിരിച്ചടിയാവും. ആദ്യ ദിനം ശൂന്യവേളയും അടിയന്തര പ്രമേയവും ഒഴിവാക്കാൻ സർക്കാർ ശ്രമം നടത്തിയിരുന്നു. അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനാലായിരുന്നു നീക്കം. എന്നാൽ പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് നീക്കത്തിൽ നിന്ന് പിന്മാറി. പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി നിയമ ഭേദഗതി ബില്ലുകളും ആദ്യ ദിനം തന്നെ കൊണ്ടുവരും.
കഴിഞ്ഞ ദിവസം സർക്കാർ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് സഭയിൽ വയ്ക്കാൻ ഭരണപക്ഷത്തിന്റെ ശ്രമമുണ്ടാകും. LDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻനിർത്തിയാവും പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം. മഴക്കാല ശുചീകരണം പാളിയതും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും എക്സാലോജിക്കും വരുന്ന സഭാദിനങ്ങളിൽ ചർച്ചയാകും. ജൂലൈ 25 വരെയാണ് നിയമസഭാ സമ്മേളനം ചേരുക. 24 തിരുവനന്തപുരം. LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം. ഇന്ന് വൈകിട്ട് ചേരുന്ന LDF യോഗത്തിൽ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കും. ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും. നേരത്തെ നടന്ന ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. LDFന് വിജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ ഒരു സീറ്റ് CPIM ഏറ്റെടുക്കും. രണ്ടാമത്തെ സീറ്റിനായാണ് CPI, കേരള കോൺഗ്രസ് M, RJD, NCP കക്ഷികൾ രംഗത്തെത്തിയത്. RJDക്കും NCPക്കും സീറ്റ് നൽകില്ലെന്ന് CPIM അറിയിച്ചിട്ടുണ്ട്. CPIMുമായും കേരള കോൺഗ്രസ് എമ്മുമായും CPIM ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇരു കക്ഷികളും CPIMനെ അറിയിച്ചു. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും ഒരു പ്രതിനിധി പോലുമില്ല. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാൻ ആകില്ലെന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. CPIM ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് വിട്ടുകൊടുത്ത പ്രശ്നം പരിഹരിക്കുമോ എന്നതും അഭ്യൂഹങ്ങളായി ഉയരുന്നു. കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. സീറ്റ് CPIM ഏറ്റെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കും. തോമസ് ഐസക്, പുത്തലത്ത് ദിനേശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാന പരിഗണനയിൽ. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങൾക്കും ഡൽഹിയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാകും സ്ഥാനാർത്ഥി എന്നാണ് വിവരം. അതേസമയം ചില മുതിർന്ന നേതാക്കൾക്കും യൂത്ത് ലീഗിനും ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കടുത്ത അമർഷമുണ്ട്. PK ഫിറോസിനെയോ ഫൈസൽ ബാബുവിനെയോ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. 2020 ലോകകപ്പിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് പോരാട്ടം. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. 3ാം ജയത്തോടെ സൂപ്പർ 8 ഉറപ്പിക്കാൻ ദക്ഷിണാഫ്രിക്ക. 2ാം ജയത്തിനായി ബംഗ്ലാദേശ്. ഗ്രൂപ്പ് ഡിയിലെ ചാമ്പ്യന്മാർ ആരായേക്കുമെന്നതിന്റെ സൂചന കൂടി കിട്ടിയേക്കാവുന്ന സൂപ്പർ പോരാട്ടം. ശ്രീലങ്കയോടും നെതർലൻഡ്സിനോടും കഷ്ടിച്ച് കടന്നുകൂടിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബംഗ്ലാദേശ് ഒന്നുകൂടി വെല്ലുവിളിയാകും. നൌസൌ കൗണ്ടി സ്റ്റേഡിയത്തിലെ ദുഷ്കരമായ പിച്ചിൽ മുസ്തഫിസുർ റഹ്മാൻ, ടസ്കിൻ അഹമ്മദ് പേസ് ജോഡിയെയും ഷാക്കിബ് അൽ ഹസന്റെ ടോപ്പ് ക്ലാസ് സ്പിന്നിനെയും മറികടക്കുക എളുപ്പമല്ല. കഴിഞ്ഞ കളിയിൽ തകർന്നടിഞ്ഞ മുൻനിര കരുതലോടെ കളിച്ചേ തീരൂ. ബംഗ്ലാദേശിന്റെയും പ്രശ്നം മുൻനിരയുടെ മോശം ഫോം. ഇന്ത്യക്കെതിരായ സന്നാഹ മത്സരത്തിലും ശ്രീലങ്കയ്ക്കെതിരെയും മുൻനിര ബാറ്റർമാർക്ക് പിഴച്ചിരുന്നു. കഗീസോ റബാഡ നയിക്കുന്ന പേസ് നിരയെയും കേശവ് മഹാരാജിന്റെ നേതൃത്വത്തിലുള്ള സ്പിന്നർമാരെയും വെല്ലാൻ ബംഗ്ലാദേശും വിയർക്കും. 2020-ൽ ഇതുവരെ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കാനും ബംഗ്ലാദേശിനായിട്ടില്ല. കളിച്ച 8 മത്സരങ്ങളിലും ജയിച്ചത് പ്രോട്ടീസ് ആയിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കെ മുരളീധരന്റെ തോൽവിയിലും തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിലും കടുത്ത നടപടിയുമായി KPCC നേതൃത്വം ഇന്ന് രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനും അന്ത്യശാസനം നൽകി. DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ VK ശ്രീകണ്ഠൻ MP സന്നദ്ധത അറിയിച്ചു. സൂരജ് സജിയാണ് ചേരുന്നത് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഈ മുരളീധരന്റെ തോൽവിക്ക് ശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അച്ചടക്ക നടപടി തീർച്ചയായും ഉണ്ടാകും എന്നുള്ള വിവരവും വന്നിരുന്നു. ഇപ്പോൾ അതായിരിക്കുന്നു അല്ലേ? തീർച്ചയായും സ്മിത, അത്തരത്തിൽ ഈ അച്ചടക്ക നടപടിയായിരിക്കുന്നു. അതിനോട് സഹകരിക്കാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ നടപടി ഒഴിവാക്കുന്നതിനുള്ള ശ്രമം അത് ഈ അവസാന ഘട്ടത്തിലും ഇരു നേതാക്കളും, അതായത് DCC പ്രസിഡന്റ് ആയിട്ടുള്ള ജോസ് വള്ളൂരും അതോടൊപ്പം തന്നെ UDF ചെയർമാനായിട്ടുള്ള MP വിൻസെന്റും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ മുരളീധരൻ തന്നെ MP വിൻസെന്റിനെ ഒഴിവാക്കരുത് എന്നൊരു നിർദ്ദേശവുമായി നേതൃത്വത്തെ സമീപിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും ഈ നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടി പല തലങ്ങളിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെയും KPCC നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ല. KPCC നേതൃത്വം അറിയിക്കുന്നത് ഇന്ന് അടിയന്തരമായി തന്നെ രാജി സമർപ്പിക്കണം എന്നുള്ളതാണ്. 2 നേതാക്കൾക്കും നൽകിയിരിക്കുന്ന അന്ത്യശാസനം ഇന്ന് തന്നെ രാജി സമർപ്പിക്കണം. രാജി സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ കർശനമായ നടപടികളിലേക്ക് പാർട്ടി കടക്കും. ഏതെങ്കിലും തരത്തിൽ ഇവർ രാജിവെക്കാതെ വന്നു കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് തന്നെയും അതോടൊപ്പം തന്നെ അതൊരു മറ്റൊരു തലത്തിലേക്ക് പോകും എന്നൊരു വിലയിരുത്തലാണ്
KPCCക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വമേധയാ ഇവരോട് രാജിവെക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് എന്തായാലും രാജിവെക്കണമെന്ന് നിർദ്ദേശം നൽകുന്നു. പകരം ചുമതല നൽകാൻ ആലോചിച്ചിരുന്ന VK ശ്രീകണ്ഠൻ ഈ ചുമതല ഏറ്റെടുക്കാനുള്ള സന്നദ്ധയും അറിയിച്ചിട്ടുണ്ട്. സ്മിത. ശരി, സൂരജ് സജിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരും. ലോക്സഭയിലേക്ക് മത്സരിച്ച 4 സീറ്റുകളിലും CPI പരാജയപ്പെട്ടിരുന്നു. ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സർക്കാരിന്റെ പരിഗണന വിഷയങ്ങളിൽ മാറ്റം വരുത്തണമെന്നും വീഴ്ച പരിശോധിച്ച് തിരുത്തണമെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രി മാറാതെ ഇടതുമുന്നണിക്ക് തിരിച്ചുവരവ് എളുപ്പമല്ലെന്ന് തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ അഭിപ്രായം ഉയർന്നിരുന്നു. രാജ്യസഭാ സീറ്റുകളിൽ 1 ലഭിക്കും എന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെയും യോഗം തീരുമാനിച്ചേക്കും. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് CPI നേതൃത്വത്തിന് താൽപര്യം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച സംഭവത്തിൽ ഇന്ന് വിശദീകരണ യോഗം. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളിയിലാണ് വിശദീകരണ യോഗം നടക്കുക. ജയിൽ മോചിതനായ റൂബിൻ ലാലിന് സ്വീകരണം നൽകും. വനവകുപ്പിന്റെയും പോലീസിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാണിക്കുന്നതിനാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന യോഗം സാമൂഹ്യ പ്രവർത്തകൻ K. വേണു ഉദ്ഘാടനം ചെയ്യും. CR നീലകണ്ഠൻ, പ്രൊഫസർ കുസുമം ജോസഫ്, PK കിട്ടൻ എന്നിവർ സംസാരിക്കും. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിന് അഭിമാന നിമിഷമായി. ഇംഗ്ലീഷിൽ ദൈവനാമത്തിലായിരുന്നു ഇരുവരുടെയും സത്യപ്രതിജ്ഞ. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. എന്നാൽ ജോർജ് കുര്യന്റെ സ്ഥാനലബ്ധി കേരളത്തിന് സർപ്രൈസാണ്. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. That I will uphold the sovereignty and integrity of India. That I will faithfully and conscientiously discharge my duties as a Minister of State. 51-ാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. 70-ാമതായി ജോർജ് കുര്യനും. കേരളത്തിന് ഇരട്ടി മധുരം. ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് ഇരുവരും പ്രതിജ്ഞയെടുത്തത്. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക, ഭാര്യ മാതാവ്, സഹോദരൻ എന്നിവർ ചടങ്ങിന് സാക്ഷിയായി. സിനിമാ രംഗത്ത് നിന്ന് നിരവധി പേർ ആശംസകൾ അറിയിച്ചു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ സുരേഷ് ഗോപിക്ക് എന്റെ ആശംസകൾ. 3ാം മോദി സർക്കാരിന്റെ ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു. വ്യക്തിപരമായിട്ടും എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹമായിട്ട്. ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്തേക്ക് എന്ന വാർത്ത കുടുംബത്തിന് പോലും സർപ്രൈസ് ആയിരുന്നു. നിയുക്ത മന്ത്രിമാരുടെ ചായ സൽക്കാരത്തിന് ജോർജ് കുര്യൻ പുറപ്പെട്ടപ്പോൾ മാത്രമാണ് വിവരം പുറത്തറിഞ്ഞത്. അതോടെ ജന്മനാടായ കോട്ടയം കാണക്കാരിയിലും ജോർജ് കുര്യന്റെ പൊയ്ക്കാരൻ കാലായിൽ വീട്ടിലും ആഘോഷം. വളരെ സന്തോഷം. ഈ ആൾക്കാരുടെ സന്തോഷം കാണുമ്പോഴുണ്ടല്ലോ നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. അവരുടെ ഒപ്പം നമ്മളും സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. വകുപ്പ് ഏതായാലും കേരളത്തിനും തമിഴ്നാടിനും വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് സുരേഷ് ഗോപി. രാഷ്ട്രീയവും മതവും നോക്കാതെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ജോർജ് കുര്യനും. ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, തമിഴ്നാടിന് വേണ്ടി. ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ചു നിൽക്കും. രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനം ആവശ്യമാണ്. അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രമിക്കുക. അതൊരു ഡ്യൂട്ടിയാണ്, ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാംഗമായ സുരേഷ് ഗോപിയെ മന്ത്രിസഭാംഗമാക്കിയത് സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരും. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ മുഖമായാണ് ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ക്രൈസ്തവ പിന്തുണ വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും BJP നേതൃത്വം കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സുരേഷ് ഗോപി 24-നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട എന്നാണ് താൻ പറഞ്ഞത്. തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ. MP എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അല്ല, അറിയത്തില്ല, വകുപ്പ് ഏതാണെന്ന് അറിയത്തില്ല. അതെല്ലാം അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇടപെടാൻ പറ്റുന്നത് എന്നൊക്കെ അറിയണ്ടേ. എയിംസ് കൊണ്ടുപോകണം. അതൊരു MP എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒന്നും ആവശ്യപ്പെട്ടതല്ല. എനിക്കിത് വേണ്ടാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ റിലീവ് ചെയ്യും.
താമസിയാതെ റിലീവ് ചെയ്യും. തൃശ്ശൂർക്ക് പ്രശ്നമില്ലേ? അല്ല, ഒരു പ്രശ്നമില്ല. അവർക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂർക്കാർക്ക് ഒരു MP എന്ന നിലയ്ക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കും. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇറാൻ എംബസിയുമായി പ്രത്യേക അന്വേഷണ സംഘം ആശയവിനിമയം നടത്തി. മധുവിനെ നാട്ടിലെത്തിച്ച് മൊഴിയെടുത്തതിന് ശേഷമാകും പ്രതി ചേർക്കുക. അവയവക്കടത്തിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷമീറിന്റെ രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്തി. നേരത്തെ പിടിയിലായ സബിത് നാസർ, ബല്ലം രാമപ്രസാദ് ഗോണ്ട, സജിത് ശ്യാം എന്നിവരുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രജ്വലിന്റെ ജാമ്യാപേക്ഷ ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി പരിഗണിക്കും. അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. പ്രജ്വലിനെ കഴിഞ്ഞ ദിവസം ഹാസനിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. അതേസമയം പീഡന ദൃശ്യങ്ങൾ പകർത്തിയ പ്രജ്വലിന്റെ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 9 മണി മുതലാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് ശേഷം വോട്ടെണ്ണൽ ഉണ്ടാകും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷ ആവശ്യപ്പെട്ട് MSF, UUC-മാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. SFIയും MSF, KSU മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയാകും. മണ്ഡലം നിലനിർത്താൻ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ പ്രാദേശിക എതിർപ്പുകൾ തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് മുൻപ് തന്നെ UDF പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ അനൌദ്യോഗികമായി ആരംഭിച്ചിരുന്നു. ഷാഫിയുടെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമെന്നായിരുന്നു ധാരണ. എന്നാൽ പ്രാദേശിക എതിർപ്പ് ഉയർന്നതോടെ മറ്റു പേരുകൾ ഉയർന്നു കേൾക്കുകയാണിപ്പോൾ. മുൻ MLA VT ബൽറാം, ഡോക്ടർ P സരിൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ എന്നിവരുടെ പേരുകൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം. എന്നാൽ വടകരയിലേക്ക് മാറിയപ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും. ഷാഫിയെ അനുകൂലിക്കുന്ന യുവാക്കളുടെ പിന്തുണ കിട്ടണമെങ്കിലും രാഹുൽ തന്നെ വരേണ്ടി വരും. എന്നാൽ സ്ഥാനാർത്ഥി കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറയുന്നത്. നേതൃത്വം കൂടിയാലോചിച്ച് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. KPCC തീരുമാനിക്കാം. KPCC ആലോചിച്ച് എല്ലാ ഘടകങ്ങളെയും കൂടി അവർ ചേർത്ത് പിടിച്ച് ഉചിതമായ ഒരാളെ അവർ പ്രഖ്യാപിക്കും. ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് എവിടെ, എന്ത്, ആര്, അങ്ങനെയൊന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടമായാൽ പഴി ചില്ലറയൊന്നുമായിരിക്കില്ല UDFന് കേൾക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ കാടടച്ചുള്ള പ്രചരണത്തിനായിരിക്കും പാലക്കാട് വേദിയാവുക. മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തുള്ള BJPയും CPIMും സ്ഥാനാർത്ഥി ചർച്ചകൾ പ്രാഥമികമായി ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്. അങ്കമാലിയിൽ 4 കുടുംബം പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇന്ന് എറണാകുളം റൂറൽ SPക്ക് റിപ്പോർട്ട് നൽകും. AC-യിൽ നിന്ന് ഗ്യാസ് ലീക്കായതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മറ്റു സാധ്യതകളും വിശദമായി അന്വേഷിച്ചു വരികയാണ്. ശനിയാഴ്ച പുലർച്ചെ 5 മണിക്കാണ് കിടപ്പുമുറിക്കുള്ളിൽ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ, മക്കളായ ജോവാന, ജസ്വിൻ എന്നിവരെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.